ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ്. വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു 10 ടിപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നവർക്ക് അത് എങ്ങനെ വൈറലാക്കാം, എങ്ങനെ ഫോളോവേഴ്സിനെ ഈസി ആയിട്ട് കൂട്ടാം എന്നുള്ള കുറച്ച് മെത്തേഡ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് പറയാൻ പോകുന്നതിൽ 7, 8, 9 ഈ പോയിൻറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടായിരിക്കും. അതുകൊണ്ട് ഈ 10 പോയിൻറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. സ്കിപ്പ് ചെയ്യുന്നവർ ഇത് കാണേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാതിരിക്കാവുന്നതാണ്. പക്ഷേ കാണുന്നവർ ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ഓരോ പോയിൻറ്റുകളും വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ പലരും മിസ് ചെയ്യുന്നതായിരിക്കും പല പോയിൻറ്റുകളും. അതുകൊണ്ടാണ് നിങ്ങളുടെ പല വീഡിയോസും വൈറലാവാത്തതിന് കാരണം, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂടാത്തതിന് കാരണം. അപ്പോൾ നിങ്ങളിത് 10 പോയിൻറ്റ് കേട്ട് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ പ്രയോജനമുണ്ടാകും. അക്കൗണ്ടിന് മാറ്റം വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ഫ്രണ്ട്സ്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇതിലെ പല പോയിൻറ്റ്സുകളും ഞാൻ റിയലായിട്ട് ചെയ്ത് എടുത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കേട്ടറിവൊന്നുമല്ല. ഞാൻ എൻ്റെ റീൽസ് വൈറലാക്കിയിട്ടുള്ളതാണ്. പല മില്യൺസ് കണക്കിന് വ്യൂസ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് കൂടി ഞാൻ അത് യൂസ് ചെയ്താണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെ പോവല്ലേ? അപ്പം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്പർ 1 എന്ന് പറഞ്ഞാൽ ബി ആക്റ്റീവ്. നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും അതിൽ ആക്റ്റീവായിട്ടിരിക്കുക. ഡെയിലി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം. ആക്റ്റീവ് ആകുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ വളർച്ച. ഫോളോവേഴ്സ് കൂട്ടാനും വ്യൂസ് കൂട്ടാനൊക്കെ ഉപകരിക്കും. ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. എൻ്റെ വീഡിയോ ഇന്ന് വൈറലായില്ല, അല്ല എനിക്ക് ഫോളോവേഴ്സ് കിട്ടുന്ന പറഞ്ഞ് തളരാനേ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുക. 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും വരും. അല്ല ഒരാഴ്ചയോ 3 ആഴ്ചയോ നിങ്ങൾക്ക് എന്നിട്ടും വീഡിയോസ് ഒന്നും വൈറലായെന്ന് പറഞ്ഞ് നിങ്ങൾ തളരാതിരിക്കുക. ബി ആക്റ്റീവ് ആവുക അക്കൗണ്ടിൽ. അതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യൂവേഴ്സ് കൂടുതലുള്ള ടൈമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മോർണിംഗ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈവനിങ് പോസ്റ്റ് ചെയ്യുക. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 8 to 10 ആ ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. അതുപോലെ ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു 4 to 7 ആ സമയം നല്ലതായിരിക്കും പോസ്റ്റ് ചെയ്യാനെ കൊണ്ട്. അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ വീഡിയോസ് 1, 2, 3 ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ആൾക്കാർ കൂടുതൽ എൻഗേജ് ആവുന്ന സമയങ്ങൾ, ഫ്രീ ആവുന്ന സമയങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് വൈറലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ച സമയങ്ങളിലൊക്കെ മാക്സിമം പോസ്റ്റ് ചെയ്യാതിരിക്കുക. ആൾക്കാർ ബിസിയുള്ള ടൈമാണ്, ആ സമയത്തൊന്നും പോസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ കാര്യം ഇതും ശ്രദ്ധിക്കുക. നമ്പർ 3 എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് വീഡിയോസ്. വീഡിയോയുടെ ക്ലാരിറ്റി പക്കയാക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ പക്കയാക്കാൻ നോക്കുക. ക്ലാരിറ്റി വീഡിയോ എടുക്കുന്നത് മാക്സിമം ബാക്ക് ക്യാം ഉപയോഗിച്ച്, ഇപ്പോൾ ഫോണാണെങ്കിലും ബാക്ക് ക്യാം ഉപയോഗിച്ച് എടുക്കാൻ നോക്കുക. ഫ്രണ്ട് ക്യാമിലെ ക്ലാരിറ്റി കുറവായിരിക്കും എല്ലാ ഫോണിൻ്റെ. അതുകൊണ്ട് ബാക്ക് ക്യാമിൽ വീഡിയോസ് എടുക്കാൻ നോക്കുക. അതുപോലെ ആ ലെൻസൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കിട്ടും. ഡേയുടെ വെട്ടത്തിലെടുക്കാൻ നോക്കുക. സൺലൈറ്റ് വെട്ടത്തിൽ എടുക്കാൻ നോക്കുക. അത്രയും ബെസ്റ്റ്. റൂമിനകത്താകുമ്പോൾ കുറച്ച് ഡൗൺ ആവും. അതുകൊണ്ട് ക്ലാരിറ്റി എപ്പോഴും ശ്രദ്ധിക്കുക. നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് എല്ലായിടവും നമുക്ക് നിർബന്ധമായിട്ട് വെക്കണം. ഇപ്പോൾ യൂട്യൂബ് ഷോർട്സിലാണ് വെക്കേണ്ട ഹാഷ്ടാഗുകൾ. യൂട്യൂബ് ഷോർട്സ്, ട്രെൻഡിങ്, വൈറൽ, അങ്ങനെ. അതുപോലെ ഗൂഗിളിൽ നോക്കിയാൽ കുറച്ചുകൂടെ ഹാഷ്ടാഗ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതുപോലുള്ള ഹാഷ്ടാഗുകൾ വെച്ചിട്ട് ഷോർട്സ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് വൈറലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 5 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ തനിയെ ചെയ്യാതെ മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുക. അത് ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ മക്കൾ, അല്ല ബ്രദർ, സിസ്റ്റർ, അല്ല നമ്മുടെ അച്ഛൻ, അമ്മ, ഇവരെ ആരെയും കിട്ടാവോ അവരെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് അവനെ അറിയത്തില്ല, അവരെ ഉൾപ്പെടുത്തണ്ട എന്ന് ചിന്തിക്കാതെ ഓട്ടോമാറ്റിക്കായി അവരെ ഉൾപ്പെടുത്താൻ നോക്കുക. മാക്സിമം കോമഡി വീഡിയോസിനൊക്കെ അവൾ ഉൾപ്പെടുത്താവുന്നതാണ്. ആദ്യമൊക്കെ അവർ ചിലപ്പോൾ അഭിനയത്തിലൊന്നും പെർഫെക്റ്റ് അല്ലായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അവരെ കൊണ്ടുപോയി ചെയ്ത് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും. അപ്പോൾ മാക്സിമം അവരെ കൂടെ ഉൾപ്പെടുത്തുക. വീഡിയോ കുറച്ച് കളർഫുള്ളാവും. നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 6 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഔട്ട്സൈഡ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എപ്പോഴും അത് പറ്റില്ലെന്ന് അറിയാം എല്ലാവർക്കും. എങ്കിലും മാക്സിമം ഔട്ട്സൈഡ് ചെയ്യാൻ നോക്കുക. ഔട്ട്സൈഡ് വിത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ല നമ്മുടെ ഫാമിലീസ്, അവരെ ഉൾപ്പെടുത്തി ഔട്ട്സൈഡ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഔട്ട്സൈഡ് ആയി കഴിയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഫോണിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈറലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊരു ബ്യൂട്ടിയാണ്. ഔട്ട്സൈഡ് വീഡിയോസിന് ഇപ്പോൾ ആൾക്കാർ നിങ്ങളെ ഫോളോ ചെയ്യാനും വ്യൂസ് കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 7ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞതിന് വിട്ട് 7, 8, 9 പോയിന്റുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പോയിന്റുകളിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യം പറഞ്ഞ തെള്ളല്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പോയിന്റുകളിലേക്ക് പോവുകയാണ്. നമ്പർ 7 എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ. ഒരു ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ, അല്ല ഏത് പ്ലാറ്റ്ഫോമിലായാലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ആ കൊടുക്കുന്ന വീഡിയോയായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാപ്ഷൻ വേണം. ഒരിക്കലും ആൾക്കാരെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടുള്ള ക്യാപ്ഷൻ നിങ്ങൾ കൊടുക്കാൻ പാടില്ല.
കറക്റ്റായിട്ട് നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്താൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരും കറക്റ്റായിട്ട് നിങ്ങളെ വന്ന് ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷന് അതുമായിട്ട് ഒരു ബന്ധമില്ല കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ വന്നിട്ട് ചിലപ്പോൾ മോശമായിട്ട് വരെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ക്യാപ്ഷൻ എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കുക, അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപ്ഷൻ കണ്ട ആൾക്കാർ ഒന്ന് ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യണം. അതുപോലുള്ള ക്യാപ്ഷൻസ് കൊടുക്കും. അപ്പോൾ എൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ പോയി കാണാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വൈറലായിട്ടുള്ള ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്യാപ്ഷൻ എങ്ങനെ കൊടുത്തേക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 8 എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് 7, 8, 9 എല്ലാം പ്രധാനപ്പെട്ടാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെല്ലാം. നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡിലീറ്റ് ദ വീഡിയോസ്. ഇപ്പോൾ ഷോർട്സിലാണ് നിങ്ങൾ വീഡിയോ എങ്കിൽ ആ വീഡിയോക്ക് വ്യൂസ് ഇല്ല, ലൈക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാനേ പാടില്ല. ഒരു വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. വ്യൂസ് ഇല്ല അവിടെ കിടന്നോട്ടോ. കാരണം നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ കിട്ടുന്ന വീഡിയോസിന് വ്യൂസ് കുറയും, ഉറപ്പായിട്ടും കുറയും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം പ്രൈവറ്റും ചെയ്യാതിരിക്കും. അത് നിങ്ങളുടെ വ്യൂസിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും അറിയില്ല. ചിലർ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് ഒരിക്കലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം കോമഡി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം അതൊരു നമ്മുടെ ഓൺ വോയിസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഓൺ ഐഡിയാസ്, ഓൺ വോയിസ് വെച്ച് നിങ്ങളുടെ ഫാമിലീസ് ആരെങ്കിലും ഉൾപ്പെടുത്തി ഫ്രണ്ട്സിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ സൂപ്പറായിരിക്കും. ഇനിയിപ്പോൾ ഭാര്യ ഭർത്താവാണെങ്കിൽ അവരും ആ ഒരു കോമ്പിനേഷൻ വീഡിയോ ചെയ്താൽ വൈറലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും നമ്മുടെ സ്വന്തം കൺസെപ്റ്റ് സ്വന്തം വോയിസായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറലാവാനും പെട്ടെന്ന് റീച്ച് ആവും. ഫോളോവേഴ്സും അതുപോലെ തന്നെ വ്യൂസ് കൂടാൻ വളരെയധികം സാധ്യതയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂട്യൂബ് ഷോർട്സിൽ ഏറ്റവും വളരാൻ ബെസ്റ്റ് എന്ന് വെച്ചാൽ കോമഡി വീഡിയോസാണ്. കോമഡീസ് എല്ലാവരും കാണും, എല്ലാവരും എൻജോയ് ചെയ്യും, എല്ലാവരും ഫോളോ ചെയ്യും. എല്ലാവരും ഒരു എൻജോയ്മെൻറ്റിനായിട്ടില്ല കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കോമഡി കാണുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രിയേറ്റീവ് കോമഡീസ് ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യും. നാളെ നിങ്ങൾ എന്താണ് പുതിയ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്പർ 9 എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം യൂട്യൂബ് ഷോർട്സിലാണെങ്കിൽ മാക്സിമം 1 മിനിറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ അത്രയും ലെങ്തി പോകാതെ ചുരുക്കി കൊണ്ടുവരിക. ഒരു 30 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് ആക്കുക വീഡിയോ. അതൊരു വലിയ കുഴപ്പമില്ല. മാക്സിമം അന്നേരം ആൾക്കാർ ഫുള്ള് കാണും. ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യൂസ് കൂടും, റീച്ച് കൂടത്തുള്ളതെന്നറിയാം. അപ്പോൾ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ആൾക്കാരെ കണ്ടൻറ്റ് കൊണ്ടുവന്ന് ഒരുപാട് ലെങ്ത് കൊടുത്ത് ബോറാക്കാതെ നിങ്ങൾ അങ്ങനെ ആൾക്കാരെ ഫുള്ള് കാണിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരു 10 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. 10 കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. തൽക്കാലം ഞാൻ ഒരുപാട് ലെങ്താക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോ ആയിക്കോളും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി സെക്കൻഡ് പാർട്ട് വേണമെന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കിട്ടാൽ മതി. ഞാൻ സെക്കൻഡ് പാർട്ട് വേറെ കുറച്ച് പോയിന്റ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിലുള്ള കുറേ കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പലർക്കും ഈ 10 പോയിന്റിൽ പലതും നിങ്ങൾക്ക് പുതിയ അറിവുകളായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും ഇതുപോലെ ഇത് കണ്ടിട്ട് ഷോർട്സും കൂടെ ഇമ്പ്രൂവ് ആവട്ടെ. നാളെ അവർക്ക് നല്ല വൈറലായി നല്ലൊരു ഇൻകം ഒക്കെ കിട്ടിയാലോ അതിപ്പോൾ എനിക്കൊരു സന്തോഷമില്ലേ. നമ്മളിതിൽ ചുമ്മാ കുറച്ച് ബെനിഫിറ്റിന് മാത്രമല്ല ആർക്കെങ്കിലും ഒരു പ്രയോജനം അവിടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞത്. എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.